വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയുമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സംഘർഷം വർദ്ധിപ്പിക്കാൻ മൂർജിപ്പിക്കാൻ ശ്രമിക്കില്ല. പാകിസ്ഥാന്റെ കള്ളപ്രചാരണങ്ങളാണ് നടക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. VS സനോജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സനോജ്, ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ബിനിൽ, അതായത് പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള ഒരു നാശം വിതയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. പക്ഷേ ഇന്ത്യ അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. ഇന്ന് രാവിലെ അടക്കം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം സംബന്ധിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ജമ്മു കശ്മീരും ഒപ്പം തന്നെ പഞ്ചാബ് മേഖലയെയും കാര്യമായി ലക്ഷ്യം വെക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിലെ ആ പടിഞ്ഞാറൻ ഫ്രണ്ട് എന്ന് പറയുന്ന അത്തരം മേഖല, അതായത് ഭുജ് വിമാനത്താവളം ഉൾപ്പെടെ അല്ലെങ്കിൽ കച്ചിന്റെ സമുദ്രാതിർത്തി പങ്കിടുന്ന മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള സൈനിക നീക്കത്തിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണ പദ്ധതികൾ പാകിസ്ഥാൻ നടത്തുന്നു. ഇത് വളരെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനമായി പറഞ്ഞത് സാധാരണക്കാരായ കശ്മീരിലെയും പഞ്ചാബിലെയും സിവിലിയൻസിനെ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു. മറ്റൊന്ന്, പല മേഖലകളിൽ ഇപ്പോൾ ശ്രീനഗറിൽ സ്കൂളിന് നേരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ രജൌരിയിലും അതുപോലെ സാംബ ഡിസ്ട്രിക്റ്റിലും അടക്കം നടന്ന ആക്രമണങ്ങളെ കുറിച്ചറിയാം. രജൌരിയിൽ ഇന്ന് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനടക്കമുള്ളവർ മരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൺഫേം ചെയ്തിരിക്കുന്നു. രാജ്കുമാർ താപ്പ മരിച്ച കാര്യം, കൊല്ലപ്പെട്ട കാര്യം അടക്കം പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഈ പറയുന്നത് പോലെ സാധാരണ സിവിൽ ഏവിയേഷൻ റൂട്ടിനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണ വ്യോമ പാതയെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിമാനങ്ങളെ മറയാക്കി ഡ്രോൺ ആക്രമണം നടത്തുന്ന കാര്യം ആവർത്തിക്കുന്നു. അത്തരത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണമാണ് നടക്കുന്നത്. മറ്റൊന്ന്, വളരെ തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് S-400 അടക്കം S-400നെ തകർത്തു എന്ന് പറയുന്ന കാര്യം ഇന്ത്യ നിഷേധിച്ചിരിക്കുന്നു. ഒപ്പം സൂറത്തിൽ അടക്കമുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ഉദ്ധംപൂരിലും ആദംപൂരിലും നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ അവിടുത്തെ എയർബേസുകൾ തകർത്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതിനെ വിക്രം മിശ്രി നിഷേധിക്കുന്നു. അത് ഇന്ത്യ ഏതായാലും അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ സജ്ജമായും കൂടുതൽ വലിയ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യ സജ്ജമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം വലിയ രീതിയിൽ ആളുകളിൽ, ജനങ്ങളിൽ പരിഭ്രാന്തിയും ഭിന്നിപ്പും ഉണ്ടാക്കാനുള്ള സംഘർഷ സാധ്യതയെ ട്രിഗർ ചെയ്യാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്ന കാര്യം ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും പറയുന്നു. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, കശ്മീരിലും പഞ്ചാബിന്റെ പല മേഖലകളിലെയും ഗുരുദ്വാരകൾക്കടക്കം ഗുരുദ്വാരകളെ തകർക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയ കാര്യത്തിൽ അതിന്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഇന്ന് പറഞ്ഞത്. അതായത് സാധാരണ സിവിലിയൻസിനെ കശ്മീരിലെയും പഞ്ചാബിലെയും സിവിലിയൻസിനെ ലക്ഷ്യം വെക്കുന്നു. ഏതായാലും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണ രീതി മുന്നോട്ട് കൊണ്ടുപോവുകയും വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായും ഷെല്ലാക്രമണങ്ങൾ തുടരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. ഏതായാലും പൂഞ്ച് മേഖലയിലും കുപ്വാരയിലും അതുപോലെ തന്നെ അഗ്നൂരിലും അടക്കം ആ മേഖലകളിലെല്ലാം തന്നെ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് സിവിലിയൻസിന് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ധാരാളമായി സിവിലിയൻസിനെ ലക്ഷ്യം വെക്കുന്നു. മറ്റൊന്ന്, ഗുജറാത്ത് മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണ പദ്ധതി സൈന്യം പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുകയും അത്തരം രീതിയിലേക്കുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിനുള്ള പ്രത്യാക്രമണം സംബന്ധിച്ചും പാകിസ്ഥാനെതിരായിട്ട് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ സംബന്ധിച്ചും അടക്കം വിശദീകരിച്ചിരിക്കുന്നു. വളരെ ബ്രീഫ് ചെയ്ത് വളരെ ചുരുക്കി പ്രിസൈസ് ആയിട്ടാണ് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സുരക്ഷയെയും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഊന്നി പറഞ്ഞുകൊണ്ടുള്ള അത്തരം നടപടികൾ പറഞ്ഞുകൊണ്ട്, മറ്റൊന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന കാര്യം, മറ്റൊന്ന് ലോകത്തിനു മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ ഇല്ലാത്ത പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ അവകാശവാദങ്ങൾ നടത്തിക്കൊണ്ട് വലിയ ആക്രമണം, ഇന്ത്യയുടെ എയർബേസുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്ന് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പടച്ചുവിടുന്നുവെന്നുള്ള അല്ലെങ്കിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുവെന്നും വിക്രം മിശ്രി പറയുന്നുണ്ട്. ബിനിൽ, ഓക്കെ, സനോജ് തുടരുക. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിൽ വിക്രം മിശ്രി ഉൾപ്പെടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ സിവിലിയൻസിനെ ആക്രമിക്കുന്നു, ഇന്ത്യയിലെ സാധാരണക്കാരുടെ വസ്തുവകകൾ ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാകിസ്ഥാൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായ ആരാധനാലയങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ
ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ അത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗുരുദ്വാര ആക്രമിച്ചു, ഒപ്പം തന്നെ ഒരു ക്രിസ്ത്യൻ ദേവാലയവുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തി. ഇപ്പോൾ ഇതാ ജമ്മുവിലെ ശംഭു ആരാധനാലയം, അത് വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ആളുകളുടെ വിശ്വാസപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്. ജമ്മുവിലെ ഒരു ക്ഷേത്രം തകർത്തു എന്നുള്ളത് അവർ പങ്കുവെക്കുകയാണ്. അങ്ങനെ പ്രധാനമായ ഒരു ഈ ആളുകളെ ലക്ഷ്യം വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മതധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്തുകയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാന്റെ നീക്കങ്ങൾ. ഇന്ത്യക്കെതിരായ യുദ്ധം എന്ന് പറയുമ്പോൾ അത് ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല പാകിസ്ഥാൻ നടത്തുന്നത്. ബിനിൽ, തീർച്ചയായും വിക്രമശ്രീ മാത്രമല്ല, സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഹീനമായ ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ നടത്തുന്നതെന്നാണ്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാൻ നടത്തുന്നത് വളരെ ഹീനമായ ആക്രമണം. അതിൽ മതസമുദായ സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമുണ്ട്. സ്കൂളുകൾക്ക് നേരെ ആക്രമണം. ഇന്നിപ്പോൾ ജമ്മുവിലെ സ്കൂളുകൾ ആക്രമിച്ച കാര്യമൊക്കെ നേരിട്ടെടുത്ത് പറയുന്നുണ്ട്. ഒപ്പം സിവിലിയൻസിന് മേൽ ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. അതിന് മറയാക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ മറയാക്കുന്നത് യാത്രാ വിമാനങ്ങളാണ്. അങ്ങനെ വളരെ ഹീനമായ രൂപത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളെ അക്കമിട്ട് എണ്ണി പറയുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കരുതിയിരുന്നത്, ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ പങ്കെടുക്കും എന്നായിരുന്നു. പക്ഷേ വീണ്ടും കര വ്യോമ നാവികസേനയുടെ, അല്ലെങ്കിൽ ആ തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, സേനാ ഉദ്യോഗസ്ഥർ തന്നെ വരുന്നു. അതിന് വിക്രമശ്രീ നേതൃത്വം നൽകുന്നു. ആ രൂപത്തിലായിരുന്നു. പക്ഷേ ഇന്ത്യ എടുത്തൊരു നിലപാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയതിന്, ഈ ആക്രമണത്തെ ഹീനമായ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, ഇന്ത്യയുടെ മത സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് ഇന്ത്യ ആവർത്തിച്ച് തെളിവുകൾ സഹിതം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ, സ്കൂളുകൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോഴും, ഈ ഹീനമായ ആക്രമണം എന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോഴും ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ത്യ ഒരു യുദ്ധത്തിലേക്കില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പോയിന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ ഇനിയൊരു യുദ്ധത്തിലേക്ക് തയ്യാറല്ല. പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ എത്രയെല്ലാം ഹീനമായ ആക്രമണത്തിന് മുതിർന്നാലും ഇന്ത്യ യുദ്ധത്തിന് തയ്യാറല്ല. നിങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെ ഞങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ, ഹീനമായ ആക്രമണങ്ങളെ അക്കമിട്ട് എണ്ണി പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് പോകുന്നത്, ഇന്ത്യ എടുക്കുന്ന നിലപാടുകളെ കുറിച്ചാണ്. ഞങ്ങൾ ഈ ആക്രമണങ്ങളെല്ലാം നേരിടും, ഇന്ത്യ സജ്ജമാണ്, നിങ്ങൾ ഏതെല്ലാം ആക്രമണം നടത്തിയാലും അതിനെല്ലാം ഞങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങൾ അതിന് പകരം നടത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചരണമാണ്, അതിനെ ഞങ്ങൾ നേരിടുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യ എടുത്ത നിലപാട്, അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തുന്ന ഹീനമായ വ്യാജ പ്രചരണം, അതിൽ ഏറ്റവും വ്യാജമായി പ്രചരിച്ചത് ഇന്ത്യയുടെ ഒരു വനിതാ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചു. ഇന്ത്യയുടെ ഒരു സൈനിക വിമാനം പാകിസ്ഥാനിൽ തകർന്നു വീണു. ആ പൈലറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനോട് ആ പൈലറ്റിനെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചു വെച്ചു. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ എല്ലാ ഡ്രോണുകളെയും, എല്ലാ മിസൈൽ സംവിധാനങ്ങളെയും നിമിഷാർദ്ധം കൊണ്ട് തകർക്കുന്ന ഇന്ത്യയുടെ S-400 എന്ന് പറയുന്ന ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു, അതിന് തകർച്ച സംഭവിച്ചു എന്നൊരു പ്രചരണം. ഇങ്ങനെ വ്യാപകമായ പ്രചരണങ്ങൾ അതിൽ എണ്ണി തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ പവർ സൈബർ സിസ്റ്റങ്ങൾ, അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമായി സൈബർ സിസ്റ്റത്തിന് താറുമാറുണ്ടാകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് കടന്നു കയറാൻ ഫേക്ക് സൈബർ വിങ്ങുകൾക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ പവർ സംവിധാനം, ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ഊർജ്ജ മേഖലയെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ രൂപത്തിൽ വളരെ വലിയ വ്യാജ പ്രചരണങ്ങൾ ഏതാണ്ട് 7-8 എണ്ണം അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട്. ഇതിനെല്ലാം നേരിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഇതിൽ വഞ്ചിതരാകരുത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയുടെ വ്യോമതാവളങ്ങളിലേക്ക്, ഇന്ത്യയുടെ സൈനിക മേഖലകളിലേക്ക് ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ പദ്ധതിയെക്കുറിച്ചും അതിനെ നിർവീര്യമാക്കിയതിനെക്കുറിച്ചും കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടുവരുന്ന ആക്രമണങ്ങൾ അതിനെ ഹീനമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും ഇന്ത്യ തിരിച്ചടിക്കാൻ, ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറല്ല. പക്ഷേ ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. ആ പ്രതിരോധ മാർഗത്തിൽ പാകിസ്ഥാൻ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിശദമാക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് നൂർഖാൻ, ചക്ലാല, മുരുദ് എയർബേസുകൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പവർ ഗ്രിഡുകൾ പാകിസ്ഥാൻ ഉന്നമിട്ടെങ്കിലും ഇന്ത്യ അത് പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ പാകിസ്ഥാൻ ചിത്രീകരിക്കുന്നത് ഇതിനെല്ലാം തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വ്യാജ പ്രചരണം കൂടി ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു വന്നത്, ഈ വാർത്താ സമ്മേളനത്തിന് മുൻപ് സംസാരിച്ചു വന്നത്, പാകിസ്ഥാൻ നടത്തി വന്നിരിക്കുന്ന ആക്രമണങ്ങൾ മുഴുവൻ എയർബേസ് ക്യാമ്പുകൾ വഴിയാണ്. അതായത് ഇന്ത്യയിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത്, ഇന്ത്യയിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത്, ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ തൊടുക്കുന്നത്, ഇതെല്ലാം പാകിസ്ഥാന്റെ, അല്ലെങ്കിൽ പാകിസ്ഥാനും ഭീകരരും, പാക് സൈന്യവും ഭീകരരും സംയുക്തമായി നടത്തുന്ന എയർബേസ് ക്യാമ്പുകൾ വഴിയാണ്. ആ ക്യാമ്പുകൾ, അതിൽ 4 എണ്ണം തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിക്കും.
സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ നമ്മൾ സ്ഥിരീകരിച്ചിരുന്നില്ല, അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു. അതിൽ റാവൽപിണ്ടിയിലെ നൂർഖാൻ ഉണ്ട്, മുറിദ് ഉണ്ട്, റാഫിക്കി ഉണ്ട്, ഒപ്പം തന്നെ റഹിമീർ ഖാൻ ഉണ്ട്. ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട എയർബേസ് ക്യാമ്പുകൾ. ഇതിൽ നൂർഖാൻ ക്യാമ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളൊന്നാണ്. VVIP ക്യാമ്പ് എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. ആ തന്ത്രപ്രധാനമായ ക്യാമ്പ് ഇന്ത്യ ആക്രമിക്കുന്നു. ഇതെല്ലാം ഇത് ഇപ്പോഴും ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി മാത്രമാണ്. ഇന്ത്യ ഒരിക്കലും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല, സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല. ഇന്ത്യ ഇപ്പോഴും ഭീകര കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യയിലേക്ക് ആയുധം തൊടുക്കുന്ന കേന്ദ്രങ്ങളിലേക്കുമാണ് ഇന്ത്യ ആക്രമണം തിരിച്ചടി നടത്തുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ, തെളിവുകൾ സഹിതം സ്ഥിരീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അതാണ് ഈ വാർത്താ സമ്മേളനത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് പാകിസ്ഥാനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുന്നു തെളിവുകൾ സഹിതം. അപ്പോഴും ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തുന്നത് എന്താണെന്ന് സമർത്ഥിക്കാൻ ഇന്ത്യക്ക് വ്യക്തമായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ വലിയ രൂപത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു യുദ്ധപ്രതീതി ഉണ്ടാക്കാനൊന്നും ഇന്ത്യ സൃഷ്ടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ ശ്രമിക്കുന്നില്ല എന്നുകൂടി സമർത്ഥിക്കാൻ, എന്നുകൂടി തെളിയിക്കാൻ ഈ വാർത്താ സമ്മേളനം കൊണ്ട് ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങൾ, അതായത് ഗുജറാത്തിലെ ഭുജ് മുതൽ കശ്മീരിലെ കുപ്വാര വരെയുള്ള മേഖലകൾ എണ്ണി പറയുന്നുണ്ട്. പാകിസ്ഥാൻ എവിടെയെല്ലാം ഓരോ സ്ഥലത്തും അതിനടക്കം തെളിവുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. അതാണ് ഭുജ് മുതൽ, അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ബാർമറും ജയ്സാൽമീരും, പഞ്ചാബിലെ ഫിറോസ്പൂരും, അതിനൊപ്പം തന്നെ അമൃത്സറും, അതിനുശേഷം കശ്മീരിലേക്ക് പോയാൽ കുപ്വാരയും രജൌരിയും പൂഞ്ചും ബാരാമുള്ളയും ഉറിയും അവന്തിപ്പോരയും ഉധംപൂരും നൌഷേരയും അഖ്നൂരും വരെ. ഈ അഖ്നൂരിന് സമീപത്തെ ഒരു അഖ്നൂർ, അതായത് അതിർത്തി കടന്ന് അഖ്നൂരിന് സമീപത്തുള്ള ഒരു പാകിസ്ഥാന്റെ ലോഞ്ച് പാഡ് എന്ന് പറയുമ്പോൾ റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും തൊടുക്കാൻ കഴിയുന്ന ഒരു ലോഞ്ച് പാഡ് കൂടി ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നുകൂടി ഇന്ത്യ പറയുന്നുണ്ട്. അതായത് അത് ഭീകരരുടെ കേന്ദ്രമാണ്. ആ ലൂണയിലെ സിയാൽകോട്ട് ജില്ലയിലെ ലൂണയിൽ പെടുന്ന ആ ലോഞ്ച് പാഡ് എന്ന് പറയുന്നത് ഭീകരരുടെ കേന്ദ്രമാണ്. ആ ഭീകരരുടെ കേന്ദ്രത്തിൽ നിന്നാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് ഈ റഡാറുകൾ ഈ ഡ്രോണുകൾ തൊടുക്കുന്നത്, ഈ മിസൈലുകൾ തൊടുക്കുന്നത്. അതുകൂടി ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുകൂടി ഇന്ത്യ അവകാശപ്പെടുന്നു. അതും തെളിവ് സഹിതമാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാൻ നടത്തിയ ഹീനമായ ആക്രമണത്തെ തെളിവുകൾ സഹിതം ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇനിയൊരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പറയാതെ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. കാരണം ഞങ്ങൾ അതിന് തയ്യാറല്ല. ഞങ്ങൾ നടത്തുന്നത് തിരിച്ചടിക്കുള്ള മറുപടി മാത്രമാണ്. ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ VS സനോജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സനോജ്, പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളത്, പ്രത്യാക്രമണം നടത്തി എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ലോഞ്ച് പാഡുകൾ ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ആക്രമണത്തിന്റെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോഞ്ച് പാഡുകൾ എന്ന നിലയിൽ അവ ആക്രമിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ നിരവധി വ്യാജ പ്രചാരണങ്ങൾ തള്ളുന്നുണ്ട് ഇന്ത്യയുടെ S-400 തകർത്തു എന്നുള്ളതും ബ്രഹ്മോസ് ശേഖരം തകർത്തു എന്നുള്ളതും പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തീർത്തും വ്യാജ പ്രചാരണമാണ്. സിർസ വിമാനത്താവളം തകർത്തെന്നും പവർ ഗ്രിഡുകൾ തകർത്തും എന്നതും തെറ്റായ പ്രചാരണമാണ്. രജൌരിയിലെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രം തകർത്തു എന്നതും വ്യാജ പ്രചാരണമാണ്, ഫേക്ക് ന്യൂസ്. പാകിസ്ഥാന്റെ ഇത്തരം പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം. വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് പാകിസ്ഥാനി മാധ്യമങ്ങളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും മാറി നിൽക്കണം എന്നുള്ളത് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. റഹീം യാർ ഖാൻ വിമാനത്താവളം, ഒപ്പം തന്നെ നൂർഖാൻ വിമാനത്താവളം, ചക്കാല വിമാനത്താവളം, മുരിദ് എയർ ബേസുകൾ ഇന്ത്യ ആക്രമിച്ചിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന്റെ ലോഞ്ച് പാഡുകൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നവയാണ്. ഒപ്പം തന്നെ ഇന്ത്യയുടെ പവർ ഗ്രിഡുകൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അത് സൈന്യം പരാജയപ്പെടുത്തി. ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ നമ്മുടെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തടസ്സപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ, നമ്മുടെ ആരാധനാലയങ്ങൾക്ക് നേരെ, നമ്മുടെ സാധാരണക്കാരായ പൗരന്മാർക്ക് നേരെ, അവരുടെ വസ്തുവകകൾക്ക് നേരെ, പവർ ഗ്രിഡുകൾക്ക് നേരെ, അങ്ങനെ സകലതലത്തിലും ഒരു യുദ്ധമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നോക്കിയാൽ അവർ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇന്ത്യ മാത്രമാണ് പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവരുടെ ലോഞ്ച് പാഡുകളെ ഉൾപ്പെടെ തകർത്ത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് പഠിക്കാൻ തയ്യാറാകുമോ പാകിസ്ഥാൻ? സനോജ്. ബിനിൽ, അതായത് ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇതൊരു വലിയ പ്രതിസന്ധി ഘട്ടമാണ്. മറ്റൊന്ന്, പാകിസ്ഥാൻ ഇതുകൊണ്ട് പഠിക്കുമെന്ന് തൽക്കാലത്തേക്ക് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, ആ പ്രകോപനത്തെ നേരത്തെ ഇന്നലെയും ഇന്നുമായി വിക്രം മിശ്രി അടക്കം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് നേരത്തെ കാലങ്ങളായി ഇന്ത്യ പറയുന്ന, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോട്, അല്ലെങ്കിൽ UN അടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഭീകരവാദത്തിന് നിഴൽ പറ്റി ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു. അത്തരം ഹൈഡൌട്ടുകളെ അവർ നിരായുധീകരിക്കാത്തതിൻ്റെ കാരണം
ഭീകരവാദികൾ നടത്തുന്ന ആക്രമണം എന്ന തരത്തിലേക്ക് കൈകഴുകാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് സാധിക്കും വിധം ഉള്ള ആക്രമണ പദ്ധതി എല്ലാ കാലത്തും പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്നു. അതുതന്നെയാണ് ഇന്നലെയും ഇന്നുമായി വിദേശകാര്യ സെക്രട്ടറി അടക്കം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം തന്നെ നോക്കിയാൽ കാമിക്കാസ് എന്ന് പറയുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊന്ന് ഫത്തേ 1, ഫത്തേ 4 എന്ന് പറയുന്ന അത്യാധുനിക മിസൈലുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്നു. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിൽ ആയുധം വാങ്ങുകയും അത്തരം ആയുധ സംഭരണമുള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഏതൊക്കെ തരത്തിൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ രാജ്യം മറ്റു തരത്തിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോഴും സൈനികമായി അവർക്ക് ശക്തിയുണ്ട്. മറ്റൊന്ന്, ആയുധ ശേഖരമുണ്ട്. തുർക്കിയിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നും 8-10% ആയുധം വാങ്ങുന്നു. 80% ചൈന പാകിസ്ഥാൻ ആയുധം നൽകി സഹായിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ, ചില അറബ് രാഷ്ട്രങ്ങളിലടക്കമുള്ള ഫണ്ടിംഗ് ബന്ധങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഈ രീതിയിൽ ആയുധം സംഭരിക്കുകയും ചെയ്ത ഒരു രാജ്യം വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ സ്വാഭാവികമായും ഇന്ത്യ പ്രതീക്ഷിക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും അതിനനുസരിച്ചുള്ള നീക്കങ്ങളും ഇന്ത്യ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുവെന്ന് തന്നെ ഔദ്യോഗികമായി ഇന്ത്യ ലോകത്തോട്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു വെക്കുന്നു ഈ ബ്രീഫിങ്ങിൽ. കാരണം ഗുജറാത്ത് അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കശ്മീരിനെ ലക്ഷ്യം വെക്കുമെന്ന് വിചാരിക്കുമ്പോഴും പഞ്ചാബിനെ കൂടുതലായി ലക്ഷ്യം വെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അത് മറ്റൊരു തരത്തിലുള്ള നീക്കം കൂടിയാണ്. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ പഞ്ചാബ് ഹരിയാന അതിർത്തി പങ്കിടുന്ന മേഖല, അതിൽ നിന്ന് ഹിമാചലിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കേണ്ടി വന്നു. കാരണം പത്താൻകോട്ട് മുതൽ അങ്ങോട്ടുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് ഡൽഹൌസി, അതുപോലെ മക്ലോഡ് ഗഞ്ച് എന്ന് പറയുന്ന മേഖല, കജിയാർ എന്ന് പറയുന്ന മേഖല, അതിൻ്റെ അറ്റത്താണ് നമ്മൾ ഈ പറയുന്ന ധരംശാല. അപ്പോൾ ആ മേഖലകളിലെല്ലാം തന്നെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, അമൃത്സർ അടക്കം, ചണ്ഡീഗഡ് അടക്കം, അതുപോലെ അംബാല, അതുപോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ എല്ലാം ഈ രീതിയിൽ സുരക്ഷ ശക്തമാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതുപോലുള്ള അവരും ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനും അവരുടെ ഹൈ എൻഡ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, തുർക്കിയിൽ നിന്നടക്കം വാങ്ങിയ ആയുധങ്ങളോ ഉപയോഗിക്കും. കാരണം അത്തരത്തിൽ എപ്പോൾ വേണമെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കാവുന്നതും യാതൊരു തരത്തിലുള്ള ഇത്തരം നയതന്ത്രപരമായ ഒരു സമചിത്തത ഉള്ള രാജ്യമല്ല. അത്തരത്തിലുള്ള അവരുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമാണ്. കാരണം ഗുജറാത്ത് പോർട്ട് മേഖല, തുറമുഖ മേഖല എന്ന് പറയുന്നത് വളരെ നിർണായകമായ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. മറ്റൊന്ന്, പവർ ഗ്രിഡുകളെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വൈദ്യുത പ്രസരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. വേറൊരു കാര്യം നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെയാണ്, അത് ഇന്നലെ നിർമ്മല സീതാരാമൻ അടക്കം പറഞ്ഞ കാര്യമാണ്. അതായത് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ആക്രമണ പദ്ധതികൾ നടന്നേക്കാനും അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളിലേക്കും തന്നെ പോകുന്നു. പക്ഷേ ഏതായാലും നിലവിൽ ഈ കാര്യങ്ങളെ സമചിത്തതയോടെ നേരിടുന്നു. ഒപ്പം പ്രത്യാക്രമണം തുടരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഷെല്ലാക്രമണത്തിന് മറുപടിയുണ്ട്. പക്ഷേ ഈ ഷെല്ലാക്രമണത്തിൻ്റെ ഭാഗമായി പല മേഖലയിലും നാശനഷ്ടം വന്നിട്ടുണ്ട്. കൊളാറ്ററൽ ഡാമേജസ് പക്ഷേ താരതമ്യേന കുറവാണ് എന്ന് പ്രസ് ബ്രീഫിങ്ങിൽ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനർത്ഥം നാശനഷ്ടങ്ങളുണ്ട്. പലരും സാധാരണ സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലടക്കം. ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ സ്കൂൾ കുട്ടികൾ മരിച്ചിട്ടുണ്ട്, സ്കൂളിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ റവന്യൂ, അതായത് ഒരു ജില്ലാ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇതൊരു സംഘർഷത്തിൽ തന്നെ പോകുന്നു. ഈ സംഘർഷ സാധ്യത എത്ര ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഏത് തരത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആകുലതയോടെ ലോകം, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാം തന്നെ നോക്കി കാണുന്ന ഒരു കാര്യം. ഇതേ സമയം പാകിസ്ഥാനിൽ ബലൂച്ച് മേഖലയിൽ വലിയ രീതിയിലുള്ള വീണ്ടും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ബിനിൽ.